സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ബി കെയർ പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സമാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഏറെ ബഹുമാനായ അധ്യക്ഷൻ ബി കെയർ പാലിയേറ്റീവിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പാറയിൽ മുഹമ്മദ് അൻസാരി, മുഹമ്മദ് അൻസാരി, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്ത നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ, നമ്മുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അൻവർ അമീൻ ചെലാട്ട്, ബഹുമാനായ ഹോം കെയർ വാഹനത്തിൻ്റെ താക്കോൽദാനം നിർവഹിച്ച നമ്മുടെ സ്ഥല MLA കുറുക്കോളി മൊഹീൻ സാഹിബ്, അതുപോലെ ഇവിടെ സന്നിധിയായിട്ട് ഒരുപാട് പ്രമുഖ വ്യക്തിത്വം, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ തുടക്കം കുറിച്ചത് ഈ നാട്ടിലേറെ അനിവാര്യമായ ഒരു കേന്ദ്രമാണ്. ബഹുമാനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശം ഒരു നന്മയുടെ പ്രതീകമാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളവന്നൂർ, വാഫക്കി, തീങ്ങാനയും അതുപോലെ അൻസാരി കോളേജ് അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങളുണ്ട്. അതേപോലെ അനപ്പടിക്കൽ കുടുംബം ഇവിടെ ചെയ്തു പോരുന്ന ഒരുപാട് ജീവകാരുണ്യ പദ്ധതികൾ. കഴിഞ്ഞ മാസമാണ് നമ്മുടെയൊക്കെ നാടിൻ്റെ തണലായിരുന്ന AP അസ്ലമിൻ്റെ നാമധേയത്തിൽ തുടങ്ങിയിട്ടുള്ള റിഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ഉദ്ഘാടനം ചെയ്ത് സാദിഖ് ഷാപ്പ് നിർവഹിച്ചത്. സമാനമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ, തണലിൻ്റെ നേതൃത്വത്തിലൊക്കെ വീട് നിർമ്മാണം നടക്കുന്ന കാര്യം. അവിടെയാണ് ഇന്ന് മറ്റൊരധ്യായം നമ്മുടെ ഈ നാട്ടിൽ കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബി കെയർ എന്നുള്ള ഒരു പാലിയേറ്റീവ് സെൻ്റർ. അത് തീർച്ചയായും